സുഖല്ലേ? അപ്പൊ ഇന്ന് ഞാനൊരു പുഴുക്കിന്റെ റെസിപ്പി ആയിട്ടാ വന്നത്. അപ്പൊ ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നോയമ്പ് നിൽക്കുന്നവർക്കൊക്കെ നമ്മൾ ഒരു പുഴുക്കുണ്ടാക്കും. അതിന് തിരുവാതിര പുഴുക്ക് എന്നോ പറയാ കേട്ടോ. പിന്നെ അവര് നോയമ്പ് നിൽക്കുന്നവരും മത്സ്യം, മാംസ്യം, പിന്നെ ചോറ്, അങ്ങനെ അരി ആഹാരം ഒന്നും കഴിക്കൂല. അപ്പൊ അവർക്ക് അന്നത്തെ ദിവസം നല്ല പോഷക സമ്പൂർണമായ ഒരു ആഹാരം തന്നെ ഉണ്ടാക്കുന്നത്. ധനുമാസത്തിൽ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ഏകദേശം നമ്മൾ മണ്ണിന്റെ അടിയിലുള്ള വിളകളെല്ലാം എടുക്കുന്ന സമയം. അതായത് ചേമ്പ്, ചേന, കാച്ചില്, മധുരക്കിഴങ്ങ്, കപ്പ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും. അപ്പൊ ഈ മണ്ണിന്റെ അടിയിലുള്ള വിളകളും പ്ലസ് മണ്ണിന്റെ മേലെ ഉണ്ടാകുന്ന, അതായത് നേന്ത്രക്കായ, അങ്ങനെ പച്ചക്കായ, അതെല്ലാം ചേർത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ പയർവർഗ്ഗങ്ങളും ചേർക്കും കേട്ടോ. പരിപ്പ് ചേർക്കൂലേ, പയർവർഗ്ഗങ്ങളും ചേർത്തിട്ട് നല്ലൊരു അടിപൊളി ഒന്നാം തരം പുഴുക്കുണ്ടാക്കും. അതാണ് ഈ തിരുവാതിര നിൽക്കുന്നവരുടെ അന്നത്തെ ആഹാരം. അതിൻ്റെ കൂടെ ഗോതമ്പിന്റെ എന്തും കഴിക്കാം, ഗോതമ്പ് കഞ്ഞിയോ ഗോതമ്പ് ദോശയോ ഒക്കെ കഴിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാന്നൊന്ന് നോക്കാം. പുഴുക്കിന് വേണ്ട കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിപ്പം പയർവർഗ്ഗങ്ങൾ, ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടതാ. തലേ ദിവസം ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അല്ല നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ ഇട്ടാലും മതി. അപ്പോൾ ഇത് മുതിര, ഇത് നിങ്ങൾക്ക് അറിയോന്നാവോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതാണ് മുതിര കേട്ടോ. അതിനൊക്കെ നല്ല വേവാ, അപ്പം വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് കുതിർന്ന്. ഇത് ചെറുപയർ, പിന്നെ ഇത് കടല, ഇത് വൻപയർ. അപ്പം ഈ 4 പയർവർഗ്ഗങ്ങളാണ് ഞാൻ ഒന്നിച്ച് വെള്ളത്തിലിട്ടത്. ഇന്നലെ തന്നെ സോക്ക് ചെയ്തു. എല്ലാം നല്ല പോലെ സോക്കായിട്ടുണ്ട്. അപ്പം ഇത് കുക്കറിലേക്ക് മാറ്റുന്നു ഞാൻ. എല്ലാം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ പാകത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. പിന്നെ വേണമെങ്കിൽ പിന്നെ നമുക്കിടാലോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ നെകക്ക വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാടൊന്നും ഒഴിക്കണ്ട. ഇതാ ഈ പയറൊക്കെ ഒന്ന് മുങ്ങിക്കിടന്നാൽ മതി, അത്രേ വേണ്ടു. എന്നിട്ട് ഒരു 3 വിസില് എല്ലാം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പ് ഞാൻ ഇത് തന്നെ ഇട്ടിട്ടുണ്ട്. ചിലരെല്ലാം പറയും ആദ്യം ഉപ്പിടരുതെന്ന്. പക്ഷേ കുക്കറിൽ നമ്മൾ വേവിക്കുമ്പം നമുക്കൊരു സംശയം വേണ്ട, ഉപ്പ് ആദ്യം ചേർക്കാം. എന്നാലും ഉള്ളിലുള്ളതെല്ലാം വെന്തോളും. ഇനി നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എടുത്ത് വെച്ച് നോക്കാം. ഇതിവിടുന്ന് വിസിൽ വരട്ടെ. ഇനി കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കാച്ചിൽ, ഞങ്ങൾ കാവുത്ത് എന്നാ പറയുക കേട്ടോ. പിന്നെ ഇത് കൂർക്കൽ ഉണ്ടോ, കൂർക്കൽ. ഇത് ചേമ്പ്, വലിയ ചേമ്പ്, ഞങ്ങൾ വലിയ ചേമ്പ് എന്ന് പറയും. പിന്നെ ഇത് പച്ചക്കായ, അത് പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് ചെറിയ ചേമ്പ് ഉണ്ടോ. പിന്നെ ഇതാ ചേന. ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത്. പക്ഷേ ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ. ഇതൊന്നും ഞാൻ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുക്കും. അത് ആ വിസിലും വന്നു. ഇനി 2 വിസിലും കൂടി വരട്ടെ, അപ്പോഴത്തേക്ക് ഇത് നന്നാക്കാം. 3ാമത്തെ വിസിലും വന്നു. ഇനി സ്റ്റൗ ഓഫാക്കാം കേട്ടോ. ഇപ്പം ഇതാ തോലെല്ലാം പോക്കി കഴിഞ്ഞു കേട്ടോ. നമ്മൾ കായൻ്റെ സൈഡ് ഈ കോണ് ചെത്തി പിന്നെ 2 അറ്റം കണ്ടു. അപ്പം ഇതാ നന്നാക്കിയ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ടതാണ്. ഇനി ഇത് നല്ല പോലെ കഴുകി വലിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഇതാ കായ ഞാൻ ഇത്ര വലുതാക്കി മുറിച്ച് വെച്ചു. ഇനി എല്ലാം കഴുകി ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഇതാ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞു കേട്ടോ. കുറച്ച് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയാൽ നുറുക്കി, എല്ലാം നുറുക്കി അത് കഴുകി എടുത്തു വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇതെന്തായി നോക്കാം. അതാ പയറ്, മുതിരയെല്ലാം ഇത് നല്ലോണം വെന്തിട്ടുണ്ടാവും. കാരണം നമ്മളൊരു ദിവസം മുന്നേ സോക്ക് ചെയ്ത് വെച്ചല്ലേ. മുതിരയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി ഈ കഷ്ണങ്ങളും കൂടെ അതിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നുറുക്കിയത് നമ്മൾ ഇതിലിട്ടു കുക്കറിൽ കേട്ടോ. കടലയും പയറൊക്കെ വേവിച്ചല്ലോ അതിൽ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക അതിൽ കേട്ടോ. കുറച്ച് മതി, പാകത്തിന് ഒരുപാടൊന്നും വേണ്ട. ആദ്യം അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ഇതാ കാണുന്ന ഇത്രയും മതി കേട്ടോ. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് 2 വിസിൽ വരണം. അപ്പോഴത്തേക്ക് നല്ലോണം വേവും.
അപ്പോൾ ഇത് വിസിൽ വരാൻ വെക്കാം നമുക്ക്. അതിൻ്റെ ഇടയിൽ ഇതാ ചെറിയൊരു പണിയുണ്ട്. കുറച്ച് നാളികേരം, കുറച്ച് പച്ചമുളക്, ഒരു 5-8 പച്ചമുളക്, ഇവിടെ തന്നെ ഉള്ള ചീരാമുളക് കേട്ടോ. പിന്നെ ഇതാ നല്ലോണം ഒരു സ്പൂണ് ജീരകം. ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതിൽ നമ്മൾ ഉള്ളികളൊന്നും ചേർക്കൂല. എന്താ പറയുക, നോയമ്പിനുള്ളതായതുകൊണ്ട് ഉള്ളികളൊന്നും ചേർക്കൂല. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൽ വെള്ളുള്ളിയൊക്കെ ചേർത്താൽ നല്ലതാട്ടോ, അസിഡിറ്റിക്കൊക്കെ. അപ്പം അതിനാണ് നമ്മൾ ജീരകം ചേർത്തത്. അപ്പം ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അരക്കണ്ട നല്ലോണം കേട്ടോ, നല്ലോണം ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുക്കറിലുള്ളത് അടുപ്പത്ത് വെച്ച് 2 വിസിലും വരുത്തട്ടെ. ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കൂടെ അരഞ്ഞ് കിട്ടിയാൽ നമ്മളങ്ങ് കഴിക്കല്ലോ. മറ്റേത് ഉപ്പേരിയിൽ അപ്പാടിട്ടാൽ നമ്മളെടുത്ത് കളയും. അപ്പം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ ഞാൻ. ഇതാ ക്രഷ് ചെയ്തെടുത്തു. അധികം അരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, വെള്ളമൊന്നും ആഡ് ചെയ്തില്ല. ഇതാ 2 വിസിലും വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. നാളികേരത റെഡിയാക്കി വെച്ച് ഇവിടെ ഉണ്ട്. ഇനി കുക്കറിൽ നിന്ന് ഇതിൻ്റെ എയർ പോകണം, എന്നിട്ട് നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം പ്രഷറൊക്കെ പോയി ഞാൻ തുറന്നതാണ് കേട്ടോ. ഇപ്പം ഇത് കാണാൻ ഇങ്ങനെയാണെങ്കിലും വെന്തിട്ടുണ്ടാവും, നല്ലപോലെ വേവേണ്ടതാണ്. ഇതാ കണ്ടോ, വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നാളികേരം ഉണ്ടല്ലോ, ഒതുക്കി വെച്ച് ഇത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്താ പറയുക, ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോവാൻ. എന്നിട്ട് നമ്മൾ ആ സമയത്ത് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. കാരണം ഞാൻ ആദ്യം അധികം ഉപ്പിട്ടിട്ടില്ല. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക. ഇനി ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ദാ നാളികേരമൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടുപ്പത്ത് വെച്ച്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇതിൽ കേട്ടോ. ഒന്ന് ഇതിൽ കിടന്ന് അതിൻ്റെ ടേസ്റ്റ് കിട്ടട്ടെ. വല്ലാണ്ട് നിങ്ങൾ കുത്തിയൊടക്കൊന്നും വേണ്ട. ഒരു 10 പ്രാവശ്യം നമ്മൾ ഇളക്കുമ്പം തന്നെ അത് ഉടഞ്ഞോളൂ. ഇതിപ്പം നിങ്ങൾ അധികം വെള്ളം ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്താ പറയുക, അത് കുറച്ച് കഴിഞ്ഞ് വിളമ്പിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തണുത്ത ഇത് കുറച്ച് കട്ടി ആയിക്കോളും. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പുഴുക്ക് കുശാലായി. ഉപ്പ് നോക്കി ഞാൻ, അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാട്ടെ. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്യാം. ഇങ്ങനെ ഇടുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പൊടിയുപ്പ് ഇടാവും കേട്ടോ. പിന്നെ രണ്ടാമത് പിന്നെ ഇത് വെച്ച് അങ്ങനെ തിളക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് കേട്ടോ. കാരണം ഒന്നാമത്തെ സ്റ്റീലിൻ്റെ കുക്കറാണ്, അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ചെറുങ്ങനെ തള വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് മതി, തേങ്ങ ഒന്ന് ചൂടായാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാവൂ കേട്ടോ. ഈ സ്പൂൺ തന്നെ എടുത്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ പച്ച വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റും കൂടി അങ്ങ് ആവുമ്പം എന്താ നമ്മുടെ പുഴുക്ക്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ പോഷക സമൃദ്ധമായ തിരുവാതിരപ്പുഴുക്ക് റെഡിയുണ്ട്. ഇനി നമുക്കൊന്നിത് ഒരു ഇലയിലേക്ക് വിളമ്പി നോക്കാം. ഇത് വാഴയിലയാണ് കേട്ടോ. ഞാൻ അതൊന്ന് ഷേപ്പിൽ വെട്ടിയെടുത്തെന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കേണ്ട വേറെ എന്തോ ഇലയാണെന്ന്. ഇങ്ങനെ വാഴയിലയിൽ ചൂടുള്ള ആഹാരം വിളമ്പിയാലേ ആ ഇലേൻ്റെ ഗുണം കൂടെ നമുക്ക് കിട്ടും. പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനിയിപ്പോൾ ലേശം ഒന്നെടുത്ത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ചൂടുണ്ട് കേട്ടോ, ഇപ്പം തന്നെയല്ലേ ഉണ്ടാക്കിയത്. ഉപ്പെല്ലാം പാകമാണ് കേട്ടോ. ഇതാ കഷ്ണങ്ങളൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.